കഴിഞ്ഞ ദിവസമാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ബലൂജ് പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് ഒരു കത്ത് വന്നത്. ആ കത്തയച്ചത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ നിലവിലെ ഭരണാധികാരികളായിരുന്നു. കത്തയച്ചത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ പേരിലായിരുന്നു. പിന്നാലെ കത്ത് എസ് ജയശങ്കർ വായിച്ചു. അതിന് പിന്നാലെ ചരിത്രത്തിലാദ്യമായി അത്തരമൊരു കത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ചെയ്തു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയാം. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാജ്യങ്ങളൊന്നായ ഇന്ത്യക്ക് നമസ്കാരം. ബലൂജ് മേഖലയിലെ ബലൂജ് പ്രവിശ്യയിലെ 6 കോടി ജനങ്ങൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരിക്കുന്നു. ബലൂജ് മേഖലയിൽ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഇന്ത്യക്ക് കൃത്യമായി അറിയാമല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ചതിയും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തീവ്രവാദവും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭീകരവാദവും കൊണ്ട് ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നിട്ടും ഞങ്ങൾ വീറോടെ പോരാടുകയാണ്. അഭിമാനത്തിന് വേണ്ടി, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ പോരാടുകയാണ്. ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് കാണിച്ച ദയാദാക്ഷിണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾക്ക് വാക്കുകളിലൂടെ വിവരിക്കാവുന്നതല്ല. ഇനിയും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സൗഹൃദം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഭാവിയിലും ഇന്ത്യ എന്ന രാജ്യത്തെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തും. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്കൊരാവശ്യം വന്നാൽ ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ സൈനികരും ഇന്ത്യക്കൊപ്പം പോരാടും, നിലയുറപ്പിക്കും. ഏത് ശത്രുവിനെതിരെയും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. ഏതെങ്കിലും ഒരാവശ്യത്തിന് ഇന്ത്യ ഞങ്ങളെയും പിന്തുണയ്ക്കണം. ഇതാണ് ഈ കത്തിലെ ചുരുക്കം. ബലൂജ് ലിബറേഷൻ ആർമി നമുക്കറിയാം പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ്. സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച, സ്വയം പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു മേഖല. പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ബലൂജ് എന്ന രാജ്യത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായി ബലൂചിസ്ഥാൻ എന്ന രാജ്യം ഇതുവരെ ലോകത്ത് നിലവിൽ വന്നിട്ടുമില്ല. എന്നിട്ടും എന്തിനാണ് ഒരു രാജ്യം മറ്റൊരു വിദേശ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതുന്ന തരത്തിൽ അത്തരമൊരു രീതിയിൽ ഒരു കത്ത് ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ബലൂജ് മേഖല, ബലൂജ് പ്രവിശ്യ ഇന്ത്യക്ക് എഴുതിയത്? ഇതാണ് തന്ത്രപരമായ ഒരു നീക്കം. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു സൈന്യമുണ്ട്. ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല. ഞങ്ങൾ സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രവിശ്യയാണ് എന്ന് ബലൂചിസ്ഥാൻ സ്വയം വിശ്വസിക്കുന്നു. സ്വയം വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവരെയും അത് വിശ്വസിപ്പിക്കണം. അതിന് ഇത്തരം ചില നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ അത് നടപ്പാക്കണം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയിലെ നിലവിലെ ഭരണാധികാരികൾ ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിക്ക്, വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായ ഒരു കത്തെഴുതിയത്. സാധാരണയായി ഇതിനു മുൻപ് ഇത്തരം ചില നടപടിക്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. പല പ്രവിശ്യകളും പല സ്വയം ഭരണാധികാര രാജ്യങ്ങളും ഒക്കെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കത്തെഴുതും. പക്ഷെ അതൊക്കെ തന്നെ അംഗീകരിക്കണമോ വേണ്ടേ എന്നുള്ള വേർതിരിവ്, അല്ലെങ്കിൽ അത് ആ കത്ത് ലഭിക്കുന്ന രാജ്യത്തിന്റെ വിവേചന ബുദ്ധിയാണ്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിലാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ കാതലുള്ളത്. ഇന്ത്യ ബലൂചിസ്ഥാൻ അയച്ച കത്തിനെ ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചു. ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി ഇന്ത്യ അംഗീകരിച്ചു. ബലൂചിസ്ഥാന്റെ കത്തിനെ ഇന്ത്യ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ആ കത്ത് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു കത്ത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ നൽകി. DD ന്യൂസ് അടക്കമുള്ള ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്കും അന്തർദേശീയ മാധ്യമങ്ങൾക്കും ആ കത്ത് പ്രസിദ്ധീകരിക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ചെറിയ കാര്യമല്ല. ബലൂചിസ്ഥാൻ എന്ന ആ പ്രവിശ്യയെ, BLA എന്ന ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർക്കാൻ, പാകിസ്ഥാനെ കീറി മുറിക്കാൻ ഇന്ത്യയുടെ വമ്പൻ പിന്തുണ, ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ വമ്പൻ പിന്തുണ, ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ സർവ്വ പിന്തുണയും ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു വാക്കിലൂടെ, ഒരു നീക്കത്തിലൂടെ. ഇതിനപ്പുറം എന്താണ് വേണ്ടത് ബലൂചിസ്ഥാന്? ഇന്ത്യയെ പോലെ രാജ്യത്തിന്റെ പിന്തുണയ്ക്കപ്പുറം എന്താണ് വേണ്ടത്? ബലൂചിസ്ഥാന് ഒരു രാജ്യമായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനിൽ രണ്ടാമത് മറ്റൊരു രാജ്യം കൂടി ഉദയം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രവിശ്യയാണ് എന്ന് ബലൂചിസ്ഥാൻ സ്വയം വിശ്വസിക്കുന്നു.
സ്വയം വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവരെയും അത് വിശ്വസിപ്പിക്കണം. അതിന് ഇത്തരം ചില നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ അത് നടപ്പാക്കണം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയിലെ നിലവിലെ ഭരണാധികാരികൾ ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിക്ക്, വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായ ഒരു കത്തെഴുതിയത്. സാധാരണയായി ഇതിനു മുൻപ് ഇത്തരം ചില നടപടിക്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. പല പ്രവിശ്യകളും പല സ്വയം ഭരണാധികാര രാജ്യങ്ങളും ഒക്കെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കത്തെഴുതും. പക്ഷെ അതൊക്കെ തന്നെ അംഗീകരിക്കണമോ വേണ്ടേ എന്നുള്ള വേർതിരിവ്, അല്ലെങ്കിൽ അത് ആ കത്ത് ലഭിക്കുന്ന രാജ്യത്തിന്റെ വിവേചന ബുദ്ധിയാണ്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിലാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ കാതലുള്ളത്. ഇന്ത്യ ബലൂചിസ്ഥാൻ അയച്ച കത്തിനെ ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചു. ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി ഇന്ത്യ അംഗീകരിച്ചു. ബലൂചിസ്ഥാന്റെ കത്തിനെ ഇന്ത്യ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ആ കത്ത് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു കത്ത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ നൽകി. DD ന്യൂസ് അടക്കമുള്ള ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്കും അന്തർദേശീയ മാധ്യമങ്ങൾക്കും ആ കത്ത് പ്രസിദ്ധീകരിക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ചെറിയ കാര്യമല്ല. ബലൂചിസ്ഥാൻ എന്ന ആ പ്രവിശ്യയെ, BLA എന്ന ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർക്കാൻ, പാകിസ്ഥാനെ കീറി മുറിക്കാൻ ഇന്ത്യയുടെ വമ്പൻ പിന്തുണ, ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ വമ്പൻ പിന്തുണ, ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ സർവ്വ പിന്തുണയും ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു വാക്കിലൂടെ, ഒരു നീക്കത്തിലൂടെ. ഇതിനപ്പുറം എന്താണ് വേണ്ടത് ബലൂചിസ്ഥാന്? ഇന്ത്യയെ പോലെ രാജ്യത്തിന്റെ പിന്തുണയ്ക്കപ്പുറം എന്താണ് വേണ്ടത്? ബലൂചിസ്ഥാന് ഒരു രാജ്യമായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ മാത്രമല്ല, ഖൈബർ പഷ്തൂൺഖ മേഖലയെ കീറി മുറിച്ചുകൊണ്ട് തെഹ്രീക്ക് താലിബാൻ എന്ന താലിബാന്റെ പിന്തുണയുള്ള പാകിസ്ഥാനിലെ താലിബാൻ, തെഹ്രീക്ക് താലിബാൻ രണ്ടാമത് രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായിരിക്കുന്നു, മറ്റു രണ്ടാമത് രാജ്യത്തിന്റെ ഉദയത്തിന് കാരണമായിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളർന്ന് ഛന്ന ഭിന്നമായി ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നടക്കുന്ന പാകിസ്ഥാൻ സ്വയം എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ ഊറിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ ആയുധമെടുത്തില്ല. ഇന്ത്യ പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് വകവരുത്തിയില്ല. ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ ചെയ്തികളെയും നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. സ്വയം കുഴിച്ച കുഴിയിൽ വീണ് പാകിസ്ഥാൻ നശിക്കുന്നു. സ്വയം ഉണ്ടാക്കിയെടുത്ത അബദ്ധങ്ങളിൽപ്പെട്ട് പാകിസ്ഥാൻ നശിക്കുന്നു. ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങിയ പാകിസ്ഥാൻ സ്വയം നശിച്ച് നാമാവിശേഷമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ സർവസ്വവും നശിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഉദരക്രിയയ്ക്ക് ഇന്ത്യ ഉച്ചിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ കീറിമുറിക്കാൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം, പാകിസ്ഥാനെ കീറിമുറിക്കാൻ ഇന്ത്യയുടെ പച്ചക്കൊടി. ബലൂചിസ്ഥാന് ആവശ്യത്തിലധികം ആയുധങ്ങളും പടക്കോപ്പുകളും നൽകി പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ദൗത്യത്തിന് ഇന്ത്യ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത.